സോ ഹായ് ഓൾ, പഠിത്തമൊക്കെ ഉഷാറായിട്ട് നടക്കുന്നില്ലേ? നമ്മൾ ബോണ്ടിൻ്റെ കാര്യമായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ നമുക്ക് എക്സ്റ്റേണലി വേണമെങ്കിൽ എടുക്കാം, ഇൻറ്റേർണലി നമുക്ക് എടുക്കാം. എക്സ്റ്റേണലി എടുക്കുന്നതിനെയാണ് നമ്മൾ ഡെപ്റ്റ് ഫിനാൻസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഫിനാൻസ് അല്ലെങ്കിൽ ലീസിന് എടുക്കുക എന്നൊക്കെ പറയുക. ഇൻറ്റേർണലി എടുക്കുന്നതിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എടുക്കുക എന്ന് നമ്മൾ പറയുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെപ്റ്റ് ഫിനാൻസിങ്ങിനെ പറ്റി പഠിച്ചു തുടങ്ങി. അതിൽ തന്നെ ബോണ്ട് എന്താണെന്ന് പഠിച്ചു, ബോണ്ടിൻ്റെ സെയിൽസ് പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് പഠിച്ചു, അതിൻ്റെ ചില സ്വഭാവങ്ങൾ ഫീച്ചേഴ്സ് പഠിച്ചു, ടൈപ്സ് ഓഫ് ബോണ്ട്സ് പഠിച്ചു. ലാസ്റ്റ് ഈ ബോണ്ടിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ബോണ്ട് ഇഷ്യൂ ചെയ്ത് ഈ ബോണ്ട് നമുക്ക് വിൽക്കണം അല്ലേ? പല ടൈപ്പ് ഓഫ് ബോണ്ട്സ് ഉണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പഠിച്ചത് അതാണ്. പല ടൈപ്സ് ഓഫ് ബോണ്ട്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഡിബഞ്ചർ ബോണ്ട്സ് ഉണ്ട് അല്ലേ, മോർട്ട്ഗേജ്ഡ് ബോണ്ട്സ് ഉണ്ട്, ഇൻകം ബോണ്ട്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ ബോണ്ട്സ് ഉണ്ട്. പലതിനും പല റിസ്ക്കാണ്. ഡിബഞ്ചർ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക്കാണ്. കാര്യം എന്താ? സെക്യൂരിറ്റി ഒന്നും കൊടുക്കുന്നില്ല. മോർട്ട്ഗേജ് ബോണ്ട് എന്ന് പറഞ്ഞാൽ സേഫാണ്. നമ്മുടെ അസറ്റ് അവിടെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ ഈ റിസ്ക്കും കാര്യങ്ങളും കമ്പനിയുടെ പെർഫോമൻസും ഹിസ്റ്ററിയും എല്ലാം നോക്കിയിട്ട് പുറത്തുള്ള ഏജൻസീസ് കണ്ടോ, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഈ ബോണ്ടിനൊരു റേറ്റിംഗ് കൊടുക്കും. അതെങ്ങനെയാണ്, ഏതൊക്കെയാണ് നല്ല റേറ്റിംഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസാണ് ഇതിനെ റേറ്റ് ചെയ്യുന്നത്, ഏത് ബോഡിയാണ് ചെയ്യുന്നത്, ഈ ബോണ്ടിന് ഏതൊക്കെ റേറ്റിംഗ് കിട്ടുന്നതാണ് നല്ലത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. സോ സ്ട്രെയിറ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താണ് റോൾ ഓഫ് റേറ്റിംഗ് ഏജൻസീസ്? ആലോചിച്ച് നോക്കുക. ഗവൺമെൻറ് പറയും ഒരു കമ്പനി ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ പോവാണ്. എന്താണ് ഇത്? ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ പോവാണ്. ഓക്കെ, ചുമ്മാ അങ്ങ് ബോണ്ട് ഇഷ്യൂ ചെയ്ത് ജനറൽ പബ്ലിക്കിന് കൊടുത്താൽ പോരല്ലോ. അതെന്തോരും റിസ്കിയറാണ്, സേഫ് ആണോ, എന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഇതൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് പുറത്തുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏജൻസീസ് ഒന്ന് റേറ്റ് ചെയ്യാൻ പറയും. ഒരു 5 സ്റ്റാർ, നമ്മുടെ നാട്ടിലാണെങ്കിൽ 5 സ്റ്റാർ റിവ്യൂ കൊടുക്കുക അല്ലെ 4 സ്റ്റാർ റിവ്യൂ കൊടുക്കുക എന്ന് പറയുന്ന പോലെ ഒന്ന് റേറ്റ് ചെയ്യാൻ പറയും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റിൻ്റെ ഡിഫോൾട്ട് റിസ്ക്, അതിൽ ഡിഫോൾട്ടായിട്ടുള്ള റിസ്കിൻ്റെ അടിസ്ഥാനത്തിൽ റേറ്റ് ചെയ്യാൻ പറയും. ജനറലി ഇത് ചെയ്യുന്ന മെയിൻ ഏജൻസീസ് എന്ന് പറയുന്നത് മൂഡീസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, സ്റ്റാൻഡേർഡ് ആൻഡ് പുവേഴ്സ് എന്ന് പറയുന്നവരുണ്ട്, S&P എന്ന് പറയും, സ്റ്റാൻഡേർഡ് ആൻഡ് പുവേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിച്ച് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. മെയിൻലി ഈ 3 കമ്പനീസ്, 3 ഏജൻസീസാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് കൊടുക്കുക. മൂഡീസ് എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ S&P എന്ന് പറയുന്നത്, ഫിച്ച് എന്നുള്ളത്. ഓക്കെ, ഇനി കമ്പനീസ് എന്ത് ചാർജ് ചെയ്യും? ഫീസ് ചാർജ് ചെയ്യും ഈ ബോണ്ട്സിന് റേറ്റിംഗ് കൊടുക്കുന്നതിന്. ചുമ്മാ ഫ്രീ ആയിട്ട് ഓക്കെ ഞങ്ങൾ നിങ്ങളുടെ കമ്പനീനെ ഫുള്ളൊന്ന് വിലയിരുത്തി എന്തോ ഒരു റിസ്ക് ഉണ്ടെന്നൊക്കെ നോക്കി നിങ്ങൾക്കൊരു 5 സ്റ്റാർ റിവ്യൂ തരാം എന്ന് പറയില്ല. അവരെന്ത് റിവ്യൂ ആണ് കൊടുക്കുന്നതെങ്കിലും അതൊരു സർവീസാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്യും, ഫീസ് ചാർജ് ചെയ്യും, ഓൾറെഡി ഉള്ളതിനും ചാർജ് ചെയ്യും, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളതും ചാർജ് ചെയ്തെടുക്കും. ഓക്കെ അല്ലേ? ഇതാണ് റോൾ ഓഫ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് റേറ്റിംഗ് എന്ന് നോക്കാം. ഏറ്റവും ടോപ്പ് റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ A+ എന്നൊക്കെ പറയുന്ന പോലെ ട്രിപ്പിൾ എ ആണ് ഏറ്റവും ടോപ്പ് സാധനം. ഉണ്ടോ? ഹയസ്റ്റ് റേറ്റിംഗ് ആ. നെഗ്ലിജിബിൾ ആയിട്ടുള്ള, കണ്ണടച്ച് വിടാവുന്ന അത്രയും നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഡിഫോൾട്ട് റിസ്ക് മാത്രമേ വരുന്നുള്ളൂ. ഡിഫോൾട്ടായിട്ട് സാധാരണ എല്ലാത്തിനും ഉണ്ടാവാവുന്ന വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു റിസ്ക്. അതുകൊണ്ടാണ് ഏറ്റവും ടോപ്പ് റേറ്റിംഗ് ആയിട്ടുള്ള AAA റേറ്റിംഗ് കൊടുക്കുന്നത്. AAA റേറ്റിംഗ് ആണ് ഏറ്റവും ടോപ്പ്. ഇനി സാധാരണ രീതിയിൽ കൊടുക്കാവുന്ന 2 എണ്ണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ്, അതായത് ടോപ്പ് 4 കാറ്റഗറീസാണ്. സേഫ് ആയിരിക്കും, ഹൈ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ആയിരിക്കും. അതായത് അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ്, റീപേ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉള്ള കമ്പനിയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ടോപ്പ് 4 കാറ്റഗറീസിൽ വരുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റാണ് സ്പെക്കുലേറ്റീവ് അല്ലെങ്കിൽ ജങ്ക് ബോണ്ട്സ് എന്ന് പറയുന്നത്. ബിലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ്സാണ്, അതായത് വളരെ താഴ്ന്നിട്ടുള്ള ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡാണ് ഈ സ്പെക്കുലേറ്റീവ് അല്ലെങ്കിൽ ജങ്ക് ബോണ്ട്സ് എന്ന് പറയുന്നത്. അത് കുറച്ച് റിസ്കിയർ ആണ്. കണ്ടോ, ഹയർ റിസ്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ 3 റേറ്റിംഗ് ആണുള്ളത്. ഏറ്റവും ടോപ്പായിട്ടുള്ളത് AAA റേറ്റിംഗ്. ഓക്കെ അടിപൊളി. ഏത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ്. റിസ്ക് ഒന്നും അധികം ഇല്ല, ഓക്കെയാണ്. റീപേ ചെയ്യാനുള്ള എല്ലാ വകുപ്പും ആ കമ്പനീസിനുണ്ട്. പ്രശ്നമാണ് എപ്പോൾ സ്പെക്കുലേറ്റീവ് അല്ലെങ്കിൽ ജങ്ക് ബോണ്ട്സ് ആണെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. ഓക്കെ അല്ലേ? ഇതാണ് 3 റേറ്റിംഗ് സ്കീം വരുന്നത്. അതിനെപ്പറ്റി ജസ്റ്റ് താഴെ ഒന്നും കൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡും ജങ്ക് ബോണ്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്.
ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേഫ് ആയിരിക്കും, ഡിഫോൾട്ട് വരാനുള്ള പ്രോബബിലിറ്റി ലോ ആണ്. അതായത് എന്ന് വെച്ചാൽ എന്താടാ, ഇൻട്രസ്റ്റ് മുടങ്ങി പോകാനുള്ള സാധ്യത കുറവാണ്. ലോവർ ഇൻട്രസ്റ്റ് റേറ്റും ആയിരിക്കും. കാരണം എന്താ, റിസ്ക് കുറവാ. അതുകൊണ്ട് തന്നെ റിട്ടേണും എന്താ, നമ്മൾ ആദ്യം പഠിച്ച റിസ്ക് റിട്ടേൺ റിലേഷൻഷിപ്പ്, റിസ്ക് കുറവായതുകൊണ്ട് തന്നെ റിട്ടേണും കുറവേ കൊടുത്തുള്ളൂ. ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡിലുള്ള കാര്യങ്ങൾ. ഇനി ജങ്ക് ബോൺസ് ആണെങ്കിലോ ഹൈ റിസ്ക്കാ. അതുകൊണ്ട് തന്നെ എന്ത് കൊടുക്കേണ്ട വരും, ഹൈ ഇൻട്രസ്റ്റും കൊടുക്കേണ്ട വരും. ഹൈ റിസ്ക് ആണ്, ഹൈ ഇൻട്രസ്റ്റും കൊടുക്കേണ്ട വരും. ഹൈ റിട്ടേൺ, ഹൈ റിസ്ക്. മനസ്സിലായില്ലേ? നേരത്തെ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡിലുള്ള ബോൺസ് ആണെങ്കിൽ സേഫ് ആണ്, അതുകൊണ്ട് തന്നെ ലോ റിട്ടേൺ കൊടുത്താൽ മതി. ഈ ജങ്ക് ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഹൈ റേറ്റിലേ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കണ്ടോ, സംടൈം ഓൺലി ഫിനാൻസിങ് ഓപ്ഷൻസ് ഫോർ സ്ട്രഗ്ലിംഗ് കമ്പനീസ്. സ്ട്രഗിൾ ചെയ്യുന്ന കമ്പനിയാണ്, ഇച്ചിരി പ്രശ്നത്തിലുള്ള പാവപ്പെട്ട കമ്പനീസ് ആണെങ്കിൽ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന കമ്പനീസിന് ആരെങ്കിലും കൊണ്ടുപോയി AAA റേറ്റിംഗ് കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ ആ റേറ്റിംഗ് ഏജൻസിയുടെ ക്രെഡിബിലിറ്റി പോയില്ലേ. ഇത്രയും ബുദ്ധിമുട്ടി വെക്കുന്ന കമ്പനിക്ക് ആരടാ AAA കൊടുത്തതെന്ന് ചോദിക്കില്ലേ? പിന്നെ അവരുടെ റേറ്റിങ്ങിനെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. മനസ്സിലായില്ലേ? നമ്മൾ തന്നെ സിനിമ റിവ്യൂസ് ഒക്കെ കാണാറുണ്ട്. ആർക്കും കണക്റ്റ് ആവാത്ത ഒരു പടത്തിന് ഏതെങ്കിലും യൂട്യൂബ് റിവ്യൂർ അശ്വന്ത് ഗോക്കോ ഉണ്ണി വ്ളോഗ്സോ ഷസാമോ പോയി സൂപ്പർ പടമാണ്, നിങ്ങൾ എന്തായാലും കാണണം എന്ന് പറഞ്ഞ് റേറ്റിംഗ് കിട്ടും. എന്നിട്ട് നിങ്ങൾ പോയി പടം കണ്ടു, 10 പൈസയ്ക്ക് പടമില്ല. പിന്നെ അവരുടെ റേറ്റിങ്ങിനെ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. സെയിം തന്നെ ഇവിടെയും. സോ ഇവർ ചെറിയ കമ്പനീസിനൊക്കെ വളരെ മോശമായിട്ടുള്ള സ്പെക്കുലേറ്റീവ് അല്ലെങ്കിൽ ജങ്ക് ബോൺസ് ആയിരിക്കും, ജങ്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള റേറ്റിംഗ് ആയിരിക്കും കൊടുക്കുക. അതുകൊണ്ട് അവർക്ക് പിന്നെ എന്തേ ഓപ്ഷൻ ഉള്ളൂ, ഹൈ റിട്ടേൺ കൊടുത്ത്. റിസ്ക് കൂടുതലാകുമ്പോൾ ഹൈ റിട്ടേണും ആയിരിക്കും കൊടുക്കുന്നത്. ഭയങ്കര കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ അത് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഓക്കെ, ഇനി ഡൗൺഗ്രേഡ്സ് എന്താണെന്ന് നോക്കാം. ഡൗൺഗ്രേഡ്സ് എന്താണെന്നും കൂടെ നോക്കാം. ട്രിഗേർഡ് ബൈ നെഗറ്റീവ് ചേഞ്ചസ് ഇൻ ബിസിനസ് അല്ലെ ഫിനാൻഷ്യൽ കണ്ടീഷൻ. ഭയങ്കരമായ ഒരു ഡൗൺഗ്രേഡ് സംഭവിച്ചു, ബിസിനസ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഡൗൺഗ്രേഡ് സംഭവിച്ചാൽ നമുക്ക് വരുന്ന റേറ്റിങ്ങും വളരെ ഡൗൺഗ്രേഡ് ആയിരിക്കും. വളരെ മോശമായിട്ടുള്ള ഒരു റിവ്യൂ ആയിരിക്കും, അല്ലെ റേറ്റിംഗ് ആയിരിക്കും നമ്മുടെ കമ്പനീസിൻ്റെ ബോർഡ്സിന് കിട്ടുന്നുണ്ടാവുക. ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഭയങ്കര കൂടുതലായിരിക്കും, അല്ലേ? റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് ഭയങ്കര റിട്ടേൺ കൊടുത്തേ നമുക്ക്, ചുമ്മാ ഭയങ്കര റിസ്ക് ഉള്ള കമ്പനിയാണ് എൻ്റെ കമ്പനിയെ, ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറയുക, വെറും 10% ഇൻട്രസ്റ്റ് തരാം എൻ്റെ ബോണ്ട് മേടിക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും മേടിക്കുമോ? ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ പറയും, ഇവിടെ ഒറ്റ റിസ്ക് ഇല്ലാത്ത കമ്പനി പോലും എനിക്ക് 10% റിട്ടേൺ തരുന്നുണ്ട്, ഇത്രയും റിസ്ക് എടുത്തിട്ട് നിൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് എന്തിനാണ് ആ 10% ബോണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും, ഓക്കെ 30% റിട്ടേൺ തരാം എന്നായെങ്കിലും മേടിക്കുമെന്ന് പറയും. അപ്പം ചിലവർ നോക്കും, അധികം കാശുള്ളവരൊക്കെ ചിലപ്പോൾ പറയും, ഓക്കെ 30% റിട്ടേൺ അല്ലേ, എന്നാൽ മേടിച്ചേക്കാം, എങ്ങാനും അവൻ സക്സസ്ഫുൾ ആയാൽ ഞങ്ങൾക്കും ഹൈ റിട്ടേൺ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് മേടിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കോസ്റ്റിൻ്റെ ആവറേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വാക്കാണ് നമ്മുടെ ഡിസ്കൗണ്ടിങ് റേറ്റ്. സോ ഡിസ്കൗണ്ടിങ് റേറ്റ് കൂടുതലാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്താവൂടാ? ഡിസ്കൗണ്ടിങ് റേറ്റ് കൂടുതലാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ കുറയും. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് എന്താവും? താഴത്തേക്ക് പോകും. മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്ന റിസ്കിനോട് ഇതെല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് റിസ്ക് കൂടുമ്പോൾ കമ്പനിയുടെ ഷെയർ പ്രൈസ് കുറയുന്നത്. അപ്പോൾ ഇതാ സംഭവം, റിസ്ക് ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര റിട്ടേൺ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. റിസ്ക് ഹൈ ആണ്, അതുകൊണ്ട് റിട്ടേണും ഹൈ ആയിരിക്കണം. അതുകൊണ്ട് കോസ്റ്റ് ഹൈ ആണ്, കോസ്റ്റിൻ്റെ ആവറേജ് ആണ് വാക്ക് എന്നുള്ളത്. വാക്ക് കൂടുമ്പോൾ ഡിസ്കൗണ്ടിങ് റേറ്റ് കൂടുതലാണ്, ഡിസ്കൗണ്ടിങ് റേറ്റ് കൂടുമ്പോൾ മാർക്കറ്റ് വാല്യൂ കുറയും. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ, മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. സോ അതാണ് പറഞ്ഞത്, ഡൗൺഗ്രേഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് ഏജൻസീസ് ഡൗൺഗ്രേഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടും. പിന്നെ അവർക്ക് ഫിനാൻസ് കിട്ടണമെങ്കിൽ നല്ല ഹൈ റേറ്റിന് മാത്രമേ ബോൺസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നല്ലപോലെ കൂടും. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് നല്ലപോലെ താഴും. ഇനി എന്താണ് ലിമിറ്റേഷൻസ്? ഈ റേറ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്നൊന്ന് നോക്കിക്കടാ. എന്താണ് ലിമിറ്റേഷൻസ് എന്നൊന്ന് നോക്കിക്കേ. ഓക്കെ, ലിമിറ്റേഷൻസ് എന്താണെന്ന്. ഏജൻസീസ് സംടൈംസ് റിയാക്ട് സ്ലോലി
എന്നാൽ കമ്പനിയുടെ അകത്തുള്ളവർക്കൊക്കെ വിവരം കിട്ടി, നമ്മുടെ കമ്പനി പൊട്ടാൻ പോവുക, കമ്പനി ഇനി അധികം നാൾ നിൽക്കില്ലാന്ന്. പക്ഷെ ഇത് പുറത്തേക്കൊക്കെ അറിഞ്ഞ് ക്രെഡിറ്റ് ഏജൻസീസൊക്കെ അറിഞ്ഞ് ഒന്ന് റിയാക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും എന്താ സ്ലോ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ റേറ്റിങ്സ് ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കാം. ചിലപ്പോൾ ഒരു മാസം മുമ്പ് കമ്പനിയിൽ നടന്ന എന്തെങ്കിലും കാര്യത്തിനെ ബേസ് ചെയ്തായിരിക്കും അവരിപ്പോൾ റേറ്റിംഗ് നടത്തുന്നത്. കമ്പനി പറയുകയാണ് 1 month മുമ്പ് അവരൊരു അനൗൺസ്മെൻറ്റ് നടത്തിയായിരുന്നു, ഞങ്ങൾ പുതിയൊരു എക്സ്പാൻഡ് ചെയ്യാൻ പോവുക, പുതിയൊരു ബ്രാഞ്ചും കൂടെ തുടങ്ങുന്നുണ്ട്, സോ ഹൈ പ്രോഫിറ്റ് ആയിരിക്കും എന്ന്. സോ ഒരു മാസം മുമ്പത്തെ കാര്യമാണ്, അതിനെ ബേസ് ചെയ്തായിരിക്കും ചിലപ്പോൾ അവർ റേറ്റിംഗ് ഇട്ടിട്ടുണ്ടാവുന്നത്. ചിലപ്പോൾ ഈ മാസം അങ്ങനെ ഒരു പ്ലാനേ വേണ്ട, ലേറ്റസ്റ്റ് ബോർഡ് മീറ്റിംഗ് ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഇനി അങ്ങനെ ഒരു പ്ലാനേ വേണ്ട എന്ന്. ചിലപ്പോൾ ആ കാര്യം അറിയാതെ ആയിരിക്കും ഇവർ റേറ്റിംഗ് കൊടുക്കുന്നുണ്ടാവുക. സോ റിയാക്ട് ചെയ്യുന്നത് സ്ലോലി ആയിരിക്കും. ആൻഡ് പറയുന്നു ഇൻവെസ്റ്റേഴ്സിന്, പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് പ്രൊഡക്ട്സ് മാത്രം. ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ടോപ്പ് 4 നല്ല അടിപൊളി റേറ്റിംഗ് ഉള്ള ബോണ്ട് മാത്രം മേടിക്കുന്നതിലൂടെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ റിസ്ക് വേണമെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എന്താ പ്രശ്നം? ഈ പാവപ്പെട്ട കമ്പനീസിനൊക്കെ അല്ലെങ്കിൽ മോശം അവസ്ഥയിലുള്ള കമ്പനീസിനൊക്കെ ഭയങ്കര ഹൈ ആയിട്ടുള്ള റിട്ടേൺ കൊടുത്ത്, ഹൈ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കൊടുത്ത് മാത്രമേ ക്യാപിറ്റൽ സോഴ്സ് ചെയ്തെടുക്കാൻ പറ്റൂ. സോ ഇതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസിൻ്റെയും ബോൺസിൻ്റെയും കാര്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇഷ്യൂ ചെയ്യുന്നത് മെയിൻലി മൂഡീസ്, S&P, ഫിച്ച് എന്ന് പറയുന്ന കമ്പനീസ് ആയിരിക്കും. 3 റേറ്റിംഗ്സ് ആണുള്ളത്. AAA റേറ്റിംഗ് വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡ് വരുന്നുണ്ട്, സ്പെക്കുലേറ്റീവ് വരുന്നുണ്ട്. ആൻഡ് ഡൗൺ ഗ്രേഡ് സംഭവിച്ചു കഴിഞ്ഞാൽ, വളരെ മോശം റിവ്യൂസും റേറ്റിംഗും വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹൈ റിട്ടേണിൽ മാത്രമേ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും, കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് താഴത്തേക്ക് പോകും. സോ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോവുക. ഗുഡ് ലക്ക്.